ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ആവാനായല്ലേ. ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഓഡീഷനിലേക്ക്, കോമൺസ് ഓഡീഷനിലേക്ക് 3 വട്ടം ഓഡീഷൻ അയച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ എന്റെ ഓഡീഷൻ വിശേഷങ്ങളിലേക്ക് പോവാം. എന്റെ ഫസ്റ്റത്തെ ഓഡീഷൻ ഞാൻ അയക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് കേട്ടോ. അതായത് അതിന്റെ അവസാനത്തെ ദിവസം ഒരു രാത്രി ഏകദേശം ഒരു 7 മണി ആയപ്പോഴാണ് ഈ ഒരു ഓഡീഷൻ ഇന്നാണ് അവസാനിക്കുന്നതെന്നുള്ള ഒരു ഡേറ്റും ആ ഒരു വീഡിയോയും ഞാൻ കണ്ടത്, ലാലേട്ടന്റെ ഒരു വീഡിയോയും ഞാൻ കണ്ടത്. അപ്പൊ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്കും അയച്ചുകൂടാ. പെട്ടെന്ന് ഒരു ചട്ടപ്പട്ടയെന്ന് പറഞ്ഞത് ഓഡീഷൻ എടുത്ത് ഒരു വീഡിയോ എടുത്തു. എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ജസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞ് തട്ടിക്കൂട്ടി ഒരു വീഡിയോ അയച്ചു. ഏകദേശം 3 മിനിറ്റ് ആണല്ലോ വീഡിയോന്റെ സമയം. പക്ഷെ ഒരു 1.5 മിനിറ്റ് ഞാനൊരു വീഡിയോ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ എനിക്ക് അതിൽ നിന്ന് വലിയ പ്രത്യേകിച്ച് റിസൾട്ട് കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല എന്നുള്ളൊരു തോന്നലുള്ള അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് രണ്ടാമതും IG വഴി ഒരു ഓഡീഷൻ വരുന്നത്. അപ്പൊ അതിന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതായത് ആദ്യത്തെ ഓഡീഷനിൽ എനിക്ക് എന്തൊക്കെയാണോ മിസ്റ്റേക്കുകൾ വന്നത് അതൊക്കെ മാറ്റി ഞാനൊരു സാധാരണ വീട്ടമ്മ തന്നെയാണ്. അപ്പൊ ആ ഒരു വീട്ടമ്മ എന്നൊരു ലേബലിലാണ് മത്സരിക്കാൻ ഞാൻ ആഗ്രഹിച്ചതും അപ്പം അതിന് വേണ്ടിയിട്ട് ഓഡീഷൻ അയച്ചതും. അപ്പം ഒരു വീട്ടമ്മ, പ്രത്യേകിച്ച് അതിൽ വരുന്ന ഓഡീഷൻസ് ഈ ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യേണ്ട സമയം ഉണ്ടായിരുന്നു. ആ ഒരു ഓഡീഷൻസ് ഒക്കെ എടുത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവരും പല മേഖലയിൽ നിന്നുള്ള ആളുകളുണ്ട്. അതായത് ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും പല ഡിഫറെന്റ് ആയിട്ട് ജോലി ചെയ്ത് കുടുംബത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം കുറച്ച് ഡിഫറെന്റ് ആണ് ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് വേറെ ജോലിക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ കുട്ടികളുള്ളതുകൊണ്ട് എനിക്ക് ജോലിക്ക് കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് ഇന്ന പോലെ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, എന്റെ പേര് ഇന്നതാണ്, എന്റെ പേര് ടിൻഡു എന്നാണ്, എന്റെ സ്ഥലം വയനാടാണ്, അതുപോലെ താമസിക്കുന്ന എറണാകുളമാണ്, എന്റെ വയസ്സ് ഇത്രയാണ്, എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇന്നതാണ്, ബിഗ് ബോസിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. പക്ഷെ അതിൽ എന്റെ എത്ര നാളായി ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കുന്നെന്നോ എന്തിനു വേണ്ടിയിട്ട് അവിടുത്തെ ലക്ഷ്യം പറഞ്ഞെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് കുറച്ചൊരു കടികട്ടി വാക്കുകളിലാണ്. അതായത് ഒരു സാധാരണക്കാരൻ പറയുന്നതിനെ കഴിഞ്ഞ് ഉപരിയായിട്ട് എന്തൊക്കെയോ കുറച്ച് കാവ്യാത്മകമായിട്ടൊക്കെ പറഞ്ഞു പോയി. അപ്പൊ എന്റെ അടുത്ത് വന്ന മിസ്റ്റേക്കുകളൊക്കെ അതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് അതിന് കോളും കാര്യങ്ങളും ഒന്നും വന്നില്ല. എനിക്ക് വന്നിരിക്കുന്ന റിജക്ഷൻ മെയിൽ മാത്രമാണ്. അതിനെ വളരെ സാഡാക്കി. എങ്കിൽ പോലും ചെറിയ സങ്കടം തോന്നിയെങ്കിൽ പോലും വിചാരിച്ചു ഇതിന്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ബിഗ് ബോസ് ആയിക്കോട്ടെ ഏതൊരു മേഖലയിലായാലും ഒരു ഓഡീഷൻ അയച്ച് ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് അയച്ചത് ആദ്യത്തെ എന്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പം അതിൻ്റെതായ പോരായ്മകളും അതിൻ്റെതായ മിസ്റ്റേക്കുകളും എന്തായാലും ഉണ്ടാവും. പിന്നെ നമുക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇതുപോലെ ആഗ്രഹിച്ച് അപേക്ഷകൾ അയക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു വ്യക്തി തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ അത് ഓരോരുത്തരുടെ ലക്കും കൂടിയിട്ടാണ്. പിന്നെ എന്റെ ഒരു ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട്, ഞാൻ ആ ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിക്കായിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ച്, പേഴ്സണലി മെസ്സേജ് അയച്ചതിനോട് ചോദിച്ചു എന്തായി കിട്ടിയോ. അപ്പം എന്റെ കൂടെ ഓഡീഷൻ അയച്ച ആളുകളും എന്നോട് പറഞ്ഞു നല്ല വീഡിയോ ആണ്, അപ്പൊ നിങ്ങൾക്ക് കോള് വരാൻ എന്തായാലും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവർക്കൊന്നും കോള് വന്നില്ല. എനിക്ക് കോള് വന്നോ എന്ന് എനിക്ക് മെസ്സേജ് അയച്ച ഒത്തിരി ആൾക്കാർ ചോദിച്ചു. അപ്പൊ എനിക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, വൈറ്റ് ഗോൾഡിന് വഴി അപേക്ഷിച്ചപ്പം എനിക്കൊരു കോള് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ എനിക്ക് കോള് വന്നില്ല. അതെന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ അതിനകത്താണെങ്കിലും ഞാൻ ചെയ്തത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. കാരണം ഞാനൊരു യൂട്യൂബറാണ്. ഞാൻ ആ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന ലെവലിലാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഗോൾഡിന്റെ പരസ്യം. അവർ പറഞ്ഞിരുന്നു ആദ്യത്തെ ഒരു 30 സെക്കൻഡ് നമ്മുടെ ഇൻട്രോ പറയുക, അതിനുശേഷം വൈറ്റ് ഗോൾഡിനെ പ്രൊമോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അതേ രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്തു പോയത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു, കാരണം അവരുടെ ആ ഒരു ക്രൈറ്റീരിയ, അവർ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് പാലിച്ചു പോകുന്നവർക്ക് കോൾ വരാൻ സാധ്യത കൂടുതലായിരിക്കും എന്ന് ചിന്തിച്ചാണ് ഞാൻ ആ ഒരു രീതിക്ക് ഫോളോ ചെയ്തത്. പക്ഷെ എന്താണെന്ന് എനിക്ക് അറിയില്ല. അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ട് അവരുടെ ലക്ഷ്യം ഇതാണ്, ബിഗ് ബോസിലേക്ക് ഇത്ര നാളായിട്ട് ശ്രമിക്കുന്ന എല്ലാ സീസണും കണ്ടിട്ടുണ്ട്, എല്ലാം ഏകദേശം ഒരേ കാറ്റഗറി പെടുന്ന ആളുകൾക്ക് തന്നെയാണ് കോൾ വന്നതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പൊ എനിക്കത് ഭയങ്കര വിഷമം തോന്നി. കാരണം അവർ റൂൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഒരു 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു കാര്യം വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കി ആ ഒരു രീതിക്ക് വീഡിയോ ചെയ്ത് എനിക്ക് കോള് വന്നില്ല എന്നൊരു വിഷമം പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ എന്തെങ്കിലും ആകട്ടെ, ഇപ്പൊ എന്തായാലും ആ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. ഇനി ആ ഒരു വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് അതിൽ യോഗ്യത, അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബോസിലേക്ക് കയറാൻ യോഗ്യതയുണ്ട് എന്ന് തോന്നുന്ന ആളുകളെ തന്നെ ആയിരിക്കുമല്ലോ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടാകുക. അല്ലെങ്കിൽ അല്ലാത്ത ആളുകൾ എന്തായാലും അവർ സെലക്ട് ചെയ്തില്ല. അപ്പം ഈ ഒരു സീസണിലേക്ക് പറ്റിയൊരു വ്യക്തി ആയിരിക്കില്ല ഞാനത് പോസിറ്റീവായിട്ട് ഞാൻ ചിന്തിക്കുന്നു. അപ്പം ഇനിയും നമുക്ക് കോമണേഴ്സിന് പ്രത്യേകിച്ച് ഒത്തിരി അവസരങ്ങൾ ഇനി നമ്മുടെ മുമ്പിലേക്കുണ്ട്. എനിക്ക് തോന്നി ഇനി സെലിബ്രിറ്റികളെ കഴിഞ്ഞും കൂടുതലായിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് അവസരം കിട്ടുക തീർച്ചയായും നമ്മൾ സാധാരണ ആളുകൾക്ക് തന്നെ ആയിരിക്കും. അപ്പം അവസരങ്ങൾ ഇനിയും ആ ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. അപ്പോൾ അതിൽ
വേണ്ടിയിട്ട് അതിലേക്ക് പരിശ്രമിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഇനിയും ഞാൻ ശ്രമിക്കും. ആ ഒരു ഷോയിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയൊരു സ്വപ്നമാണ്, എന്റെ വലിയൊരു ആഗ്രഹം തന്നെയാണ്. അപ്പൊ ആ ഒരു വാതിലിലേക്ക് ഞാൻ കടന്ന് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഞാൻ എത്തും. അപ്പം അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു ടോപ്പിക് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. ഇന്ന് ബിഗ് ബോസിന്റെ പരീക്ഷയുടെ ഒരു 2 പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 2 പ്രൊമോയിൽ ഒന്നൊരു മോഡൽ, അതുപോലെ തന്നെ ഒന്നൊരു എഞ്ചിനീയർ, പിന്നെ ഒരു സാധാരണ വീട്ടമ്മ. അപ്പോൾ അത് കണ്ടപ്പോൾ ആ ഒരു സാധാരണ വീട്ടമ്മ എന്നൊരു ലേബലിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു സ്ഥാനത്ത് എനിക്ക് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം എനിക്ക് വളരെയധികം തോന്നി. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ നിങ്ങളുമായിട്ട്, അതായത് ഞാൻ എന്റെ ഓഡീഷൻ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഒരു കോളെങ്കിലും വന്നിരുന്നുവെങ്കിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം ഓഡീഷൻ അയച്ചതിൽ മിസ്റ്റേക്കുകൾ ഉണ്ട്, അത് ഞാൻ എൻട്രി ചെയ്യുന്നു. പക്ഷെ ഒരു കോൾ വന്നിരുന്നു കഴിഞ്ഞിട്ട്, ഒരു കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കൺഫേം ആയിട്ട് ഞാൻ പറയാം എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് സംസാരിക്കാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തി ആയിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് കോൾ വന്നില്ല. അപ്പോൾ എന്തായാലും അതിനുശേഷം ഇപ്പൊ ഒരു മരപ്പണിക്കാരൻ, അതായത് ആ ഒരു ലെവലിൽ ഒരാളുടെ പ്രൊമോയും കൂടി വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സീസൺ അടിപൊളിയാകട്ടെ. അപ്പം ഈ ഒരു സീസണിൽ കിട്ടിയില്ലെന്ന് ഓർത്ത് എനിക്ക് വിഷമമൊന്നുമില്ല. അടുത്ത സീസണിലേക്ക് തീർച്ചയായിട്ടും ഞാൻ പരിശ്രമിക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഇവരുടെ ഒരു എക്സ്പീരിയൻസ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഷോ കാണുന്നതോടൊപ്പം തന്നെ. അതായത് ഓഗസ്റ്റ് 15-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൽ വന്നിരിക്കുന്ന കോമണേഴ്സിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ജഡ്ജസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് കോമണേഴ്സിനോട് ഇടപെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു ഷോ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ് അതിന്റെ ബാക്കിലുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഷോ എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ തീർച്ചയായും പെട്ടെന്ന് എടുത്തുചാടി അവിടേക്ക് ചെല്ലുന്നതിൽ നല്ലത് ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെല്ലുന്നതും കൂടി ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരു സീസണിൽ ഒരു ചാൻസ് കിട്ടാതിരുന്നത്. എന്തായാലും നമുക്കിനി ഈ ഒരു സീസൺ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. ഞാനും നിങ്ങളെ പോലെ വെയിറ്റിംഗ് ആണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം കൺഫേം ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ശരി, ബൈ.